ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഡേ 3 ആണ് നമ്മൾ ദുബായിൽ വന്നിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഡെസേർട്ട് സഫാരിക്കാണ്. ദുബായിൽ വരുന്ന ഓൾമോസ്റ്റ് മിക്കവരും ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട എനിക്ക് തോന്നുന്നു ഒരു ഇതാണ് ഡെസേർട്ട് സഫാരി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡേ ആണ് ഡേ 3 എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ തൊട്ടൊരു 11-12 വരെ ഫുൾ റെസ്റ്റായിരുന്നു. ഞാൻ സുഖമായിട്ട് റെസ്റ്റൊക്കെ എടുത്തു. കാര്യം ഉച്ചയ്ക്ക് ശേഷമായിരുന്നു നമ്മുടെ പരിപാടി. അങ്ങനെ നമ്മുടെ ക്യാബ് വന്നു, ക്യാബ് പിക്ക് ചെയ്തു. നമ്മളിപ്പോൾ ഡെസേർട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര ഒരു സിറ്റി വിട്ട ഒരു ഔട്ടർ സ്കേർട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവർ ഇടയ്ക്കൊരു സ്പോട്ടിൽ നിർത്തി. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെസേർട്ട് ഡ്രൈവിങ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഏരിയ ആണത്, കുറച്ച് ദൂരം നമുക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കാണ് ഞാൻ ഫാൽക്കണെ കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വൈഡർ നാഷണൽ ബേർഡാണ്. അപ്പം ഞാൻ അടുത്തൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു. അതിനുശേഷം കുറച്ച് നേരം ഇവിടെ നിന്ന് നമ്മളിതൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്തു, ചെയ്യണോ വേണ്ടേ എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അത് ഭയങ്കര വെയിലുമായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തില്ല. അപ്പം ഞാൻ വെറുതെ നിന്ന് ഇതൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. നല്ല ചൂടും നല്ല വെയിലും ഉണ്ട്. ഡെസേർട്ട് ആ ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇവിടുന്ന് നമ്മളിനി അടുത്ത വണ്ടിയിലാണ് പോകുന്നത്, ഡെസേർട്ടിൽ മെയിൻ എൻറ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ വന്ന വണ്ടിയിൽ പോകാൻ പറ്റത്തില്ല, ഇവിടെ തന്നെ വേറൊരു വണ്ടിയുണ്ട്, അതിലാണ് പോവുക. അപ്പം ഞാൻ ഓൾറെഡി ഭയങ്കര എക്സൈറ്റഡ്. എൻ്റെ ലുക്കൊക്കെ കാണാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ. ഞാനിങ്ങനെ വേറൊരു ഡെസേർട്ട് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ കാണിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡെസേർട്ടിലേക്ക് പോവാം. അമ്മയും അച്ഛനും ഒക്കെ ഭയങ്കര എക്സൈറ്റഡാണ്. കൂടെ 2-3 ആൾക്കാരും കൂടെ ഉണ്ട്. അവർ ഒരു ഗ്രൂപ്പായിട്ടാണ് കൊണ്ടുപോവുക. അപ്പം നമ്മൾ ഓൾറെഡി ഡെസേർട്ട് സഫാരി സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് കാണുമ്പോൾ അത് എത്രത്തോളം എന്ന് എനിക്ക് അറിയില്ല, മനസ്സിലാവുന്നുണ്ടെന്ന്. ഇത് സംഭവം നല്ല സ്റ്റീപ്പായിട്ട് കയറും, പിന്നെ ഇറങ്ങും. അകത്ത് നമ്മൾ നന്നായിട്ട് കുലുങ്ങുന്നുണ്ട്. അപ്പം നല്ലൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മളത് ഒരു സ്മോൾ ക്ലബിലെത്തി. അതായത് റെഡ് സാൻഡ് ടൂറിസം പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് ക്ലബ്ബ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു നൈറ്റ് പാർട്ടി അല്ലെങ്കിൽ നൈറ്റ് സെലിബ്രേഷൻസ് ഫങ്ഷൻസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പ്രോഗ്രാംസും പിന്നെ ഫുഡും ഒക്കെ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് കൂടാതെ ഇവർക്ക് വേറെ കുറച്ച് ആക്ടിവിറ്റി ഏരിയ ഉണ്ട്. ആക്ടിവിറ്റി എന്ന് പറയുമ്പം മെയിൻലി ക്യാമൽ റൈഡ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ അവർ കുറച്ച് ദൂരം നമുക്ക് റൈഡ് തരും. അപ്പം ഇത് എനിക്കും അമ്മയ്ക്കും വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കയറാൻ, പക്ഷെ അച്ഛന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ കയറി ആ ഒരു ഇരുത്തം കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, വീണു പോകുന്നു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, ആൾ മിടുക്കനായിട്ട് അതൊക്കെ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ അച്ഛൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അച്ഛന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിവിടെ നിന്ന് വീഡിയോസിലും പലരും പറഞ്ഞുള്ള അറിവൊക്കെയല്ലേ ഉള്ളൂ. അപ്പം അതിലൊക്കെ കയറാൻ പറ്റിയപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം നമ്മളിത് ഇവിടെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായി. ഒരു സന്ധ്യ കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ സ്നാക്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് സ്നാക്സ് പോയി എടുക്കാം. എനിക്കൊന്നൊരു 8:30 ഒക്കെ ആകുമ്പോഴായിരിക്കാം ഡിന്നറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പം ഞാൻ ദേ ഇവിടുത്തെ ബെല്ലി ഡാൻസൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ അതൊക്കെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ ഇതൊക്കെ വീഡിയോസിലല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഓർത്തു വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം എന്ന്. അങ്ങനെ ഇവർ മെഹന്തി ഇട്ട് തരും. അപ്പം ഞാൻ ഓർത്തു എനിക്ക് മെഹന്തി ഇടാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഓർത്തു സിമ്പിളായിട്ടൊരു മെഹന്തി ഇടാമെന്ന്. അങ്ങനെ ദേ ഞാൻ എൻ്റെ കൈ കൊണ്ടുവച്ചു. അവരെനിക്ക് സിമ്പിളായിട്ട് മെഹന്തി ഇട്ട് തന്നു. അതിനുശേഷം ദേ ഫസ്റ്റ് പ്രോഗ്രാം ഇതായിരുന്നു. ഇത് സംഭവം ഇവർ എനിക്ക് അറിയില്ല കറക്റ്റായിട്ട് ഇതിൻ്റെ പേരെന്താണെന്ന്. അപ്പോൾ ഇവരിങ്ങനെ കറങ്ങുമ്പോഴത്തേക്കും ആ ഒരു ഇതിൽ ഇവരുടെ ഫുൾ കയ്യിലുള്ള ആ ക്ലോത്തിലുള്ള ലൈറ്റും ഒക്കെ ഇങ്ങനെ ബ്രൈറ്റായിട്ട് കത്തും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. ഞാനത് ഫുൾ ലൈറ്റ് ഡിമ്മാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് ആ ഒരു ഭംഗി കാണാൻ പറ്റും. മറ്റുള്ള ആ പേഴ്സണ് നമുക്ക് ആക്ച്വലി വിസിബിൾ ആവത്തില്ല. നമ്മൾ കാണുന്നത് ആ ഫുൾ ലൈറ്റ് ആയിരിക്കും. ആ ഒരു വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു നല്ലൊരു രസമുള്ള ഒരു ഇതായിരുന്നു, ഒരു പ്രോഗ്രാമായിരുന്നു. നല്ലൊരു സ്കില്ലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ബെല്ലി ഡാൻസും ഫയർ ഡാൻസൊക്കെ ആയിട്ട് പ്രോഗ്രാംസൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായി. അപ്പോഴത്തേക്കും ഡിന്നർ സമയമായി. മന്തി ഉണ്ടായിരുന്നു, പിന്നെ ഫിഷ് ഗ്രിൽ ചിക്കൻ ഐറ്റംസ് ഉണ്ടായിരുന്നു, കുറച്ച് വെജീസ് ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തു. അങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു ഡേ കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നാളെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പം നാളത്തെ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയ ക്ലിപ്സ് ആയതുകൊണ്ട് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാം കൂടെ മേർജ് ചെയ്തിട്ടൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അതുവരെ ടാറ്റാ, ബൈ, ടേക്ക് കെയർ.